ആരംഭിച്ച് 2 വർഷം പിന്നിട്ടിട്ടും പൂർണ്ണമായി ഫലം കാണാതെ തെരുവ് ജീവിതമില്ലാത്ത കോഴിക്കോട് എന്ന ലക്ഷ്യവുമായി ജില്ലാ ഭരണകൂടം ആരംഭിച്ച ഉദയം പദ്ധതി. തെരുവിൽ കഴിയുന്നവരുടെ എണ്ണം വളരെ അധികമാണ്. വർഷങ്ങളായി വീടിന് അപേക്ഷ നൽകിയിട്ട് ലഭിക്കാത്തവരും ഇക്കൂട്ടത്തിലുണ്ട്. വർഷങ്ങളായി തെരുവിൽ കഴിയുന്നവരെ പുനരധിവസിപ്പിക്കാൻ ഉദയം പദ്ധതിയടക്കം വിവിധ പദ്ധതികളാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടവും സർക്കാരും ആസൂത്രണം ചെയ്യുന്നത്. പദ്ധതിയുടെ നടത്തിപ്പിന് കൃത്യമായ ആസൂത്രണങ്ങൾ നടക്കുമ്പോഴും വലിയൊരു വിഭാഗം ആളുകൾ തെരുവിൽ തന്നെ. സ്വന്തമായി ഭൂമിയില്ലാത്തവർക്ക് പോലും ഷെൽട്ടർ ഹോമുകളിൽ അഭയം പ്രാപിക്കാനാവുന്നില്ല. 33 കൊല്ലായി കോഴിക്കോട് വന്നിട്ട് ഇതുവരെ വീടും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പൈസ കൊടുത്തിട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മേടിക്കും, കഴിക്കും. പിന്നെ പല ആൾക്കാരും വന്ന് സഹായിച്ചിട്ടാണ് എന്റെ ജീവിതം കഴിഞ്ഞു പോണത്. പിന്നെ പോലീസുകാരെ കൊണ്ടൊക്കെ ഭയങ്കര ശല്യമാണ്. കിടക്കാനൊന്നും വിടണില്ല. പിന്നെ അവരോട് ഇങ്ങനെ പറയും, വേറെ നിവൃത്തിയില്ല സാറേ, ഇതിന്റെ ചാർജൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും പോകാൻ കഴിയില്ല. ജോലി തേടി ജില്ലയിലെത്തിയവരും ഇക്കൂട്ടത്തിലുണ്ട്. 2 വർഷം മുൻപ് കോഴിക്കോട് ജില്ലാ ഭരണകൂടം തുടക്കം കുറിച്ച ഉദയം പദ്ധതിക്ക് 4 ഷെൽട്ടർ ഹോമുകളാണ് ജില്ലയിലുള്ളത്. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ സന്നദ്ധ കൂട്ടായ്മകളുടെയും വ്യവസായ സംരംഭങ്ങളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ താൽക്കാലിക ക്യാമ്പുകൾ ഒരുക്കി നൽകിയിരുന്നു. ഇതുവരെ 1400-ലധികം ആളുകൾക്ക് പൊതുജന പങ്കാളിത്തത്തോടെ പുനരധിവാസ സേവനങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതിൽ 400ഓളം വരുന്ന അന്തേവാസികളെ വെള്ളിമാടുകുന്ന്, മാങ്കാവ്, ഈസ്റ്റ് ഹിൽ എന്നീ 3 കേന്ദ്രങ്ങളിലായാണ് പാർപ്പിച്ചിരിക്കുന്നത്. തെരുവ് ജീവിതങ്ങളില്ലാത്ത കോഴിക്കോടെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചതെങ്കിലും ഇത്രയധികം ആളുകൾ തെരുവിൽ കഴിയുന്നത് ജില്ലാ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ്. ന്യൂസ് 18 കോഴിക്കോട്.